മലയാള മാസത്തിലെ 12ാമത്തെ മാസമാണ് കർക്കിടകം. ഇതിനെ രാമായണ മാസം എന്നും പറയുന്നു. കർക്കിടകം 1 മുതൽ കർക്കിടകം 31 വരെ പുണ്യമാസമായിട്ടാണ് കാണുന്നത്. കൂടാതെ രാമായണ പാരായണവും ക്ഷേത്രങ്ങളിലും വീടുകളിലും നടന്നു വരുന്നു. നമുക്ക് രാമായണത്തിലെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ആദ്യമായി ബാലകാണ്ഡം. അയോധ്യ രാജാവായ ദശരഥൻ കുലഗുരു വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഗമുനിയുടെ നേതൃത്വത്തിൽ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. യാഗാന്ത്യത്തിൽ പ്രജാപതിയുടെ പ്രതിപുരുഷൻ യജ്ഞകുണ്ടത്തിൽ നിന്ന് പ്രത്യക്ഷനായി. ദേവന്മാർ തയ്യാറാക്കിയ പായസം രാജാവിന് സമർപ്പിച്ചിട്ട് രാജപത്നിമാർക്ക് നൽകണമെന്നും അപ്രകാരം ചെയ്താൽ ഉത്തമരായ 4 പുത്രന്മാർ ജനിക്കുമെന്നും പറഞ്ഞു അനുഗ്രഹിക്കുന്നു. രാജാവ് പായസത്തിന്റെ പകുതി കൗസല്യാദേവിക്കും ശേഷിച്ചതിന്റെ പകുതി കൈകേയിക്കും ബാക്കിയായതിന്റെ പകുതി സുമിത്രയ്ക്കും ശേഷിച്ച ഭാഗം ഒന്നും ആലോചിച്ചതിനു ശേഷം സുമിത്രയ്ക്ക് തന്നെ നൽകുന്നു. ഇതേ സമയം തന്നെ രാവണന്റെ ഉപദ്രവങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി തന്റെ മുന്നിൽ അഭയം പ്രാപിച്ച പശു വേഷധാരണയായ ഭൂദേവിയോടും ഇന്ദ്രാദി ദേവന്മാരോടും താൻ ദശരഥപുത്രന്മാരായി ജനിച്ചു. രാവണനെ വധിച്ചു ലോകർക്ക് സങ്കട നിവൃത്തി ഉണ്ടാക്കാമെന്ന് മഹാവിഷ്ണു വാക്കു കൊടുക്കുന്നു. അതിൽ പ്രകാരം വിഷ്ണു സ്വചൈതന്യത്തെ 4 പകുത്ത് രാമനായി കൗസല്യയുടെയും ഭരതനായി കൈകയുടെയും ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിങ്ങനെ സുമിത്രയുടെയും പുത്രന്മാരായി പിറക്കുന്നു. ദശരഥൻ അത്യധികം സന്തോഷത്തോടെ പുത്രന്മാരോടും പത്നിമാരോടുമൊപ്പം അയോധ്യയിൽ വാണരുളി. 4 രാജകുമാരന്മാരും ഒന്നിച്ചും കളിച്ചു പഠിച്ചും ഉണ്ടും ഉറങ്ങിയും ഒരിക്കലും കൂട്ടുപിരിയാതെ ഒരുമയോടും സഹോദര സ്നേഹത്തോടും ജീവിച്ചു. ലക്ഷ്മണൻ രാമന്റെയും ശത്രുഘ്നൻ ഭരതന്റെയും സന്തഹ സഹചാരികളായിരുന്നു. ഒരു നാൾ അയോധ്യയിൽ എത്തിച്ചേർന്ന വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ തന്റെ യാഗത്തിന്റെ രക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകുന്നു. രാജകുമാരന്മാരെ വിശപ്പും ദാഹവും ക്ഷീണവും ക്ലേശിക്കാതിരിക്കുവാനായി മഹർഷി അവർക്ക് ബല അതിബല എന്ന മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു. വഴിയിൽ താടകവനത്തിൽ വെച്ചു താടക എന്ന വൃദ്ധയും വികൃതരൂപിണിയുമായ യക്ഷിണിയെ രാമൻ ദുർജയമായ അസ്ത്രമയച്ചു വധിച്ചു. മഹർഷി വിശ്വാമിത്രൻ പ്രീതിച്ചു. ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം രാമന് അമോഘങ്ങളായ ബ്രഹ്മശിരസ്, വിഷ്ണുചക്രം, ഐന്ദ്രാസ്ത്രം മുതലായ അസ്ത്രശസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു. രാമൻ ഇവയൊക്കെ ലക്ഷ്മണനും നൽകുന്നു. പിന്നീട് വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ 5 ദിനരാത്രങ്ങൾ രാമലക്ഷ്മണന്മാർ യാഗത്തിനു കാവൽ നൽകുന്നു. 6ാം ദിവസം യാഗം മുടക്കാനെത്തിയ സുബാഹുവിനെ രാമൻ ആഗ്നേയാസ്ത്രം കൊണ്ട് വധിച്ചു. മാരീചനെ മാനവാസ്ത്രമെയ്ത് 100 യോജന ദൂരം സാഗരത്തിൽ വീഴ്ത്തി. നിർവിഘ്നം യാഗം പൂർത്തിയായ ശേഷം മൂവരും വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു. ദേവേന്ദ്രന്റെ മായാൽ കബളിപ്പിക്കപ്പെട്ടു. തന്റെ ഭർത്താവായ ഗൗതമ മുനിയുടെ ശാപമേറ്റു 1000 വർഷം ദുഃഖമയായി വായു മാത്രം ഭക്ഷിച്ച് ആരുടെയും കണ്ണിൽ പെടാതെ ഗൗതമാശ്രമത്തിൽ മൂടൽ മഞ്ഞൾ എന്ന പോലെ വെണ്ണീരിൽ മറഞ്ഞു കിടന്ന ബ്രഹ്മപുത്രിയായ അഹല്യയെ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് രാമൻ പൂർവസ്ഥിതിയിലാക്കി. മിഥിലയിലെത്തിയ രാമൻ രുദ്രഭഗവാന്റെ വില്ലു കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും 5000 പേർ എടുത്തുകൊണ്ടുവന്ന് 8 ചക്രങ്ങളുള്ള കൂറ്റൻ ഇരുമ്പ് പേടകത്തിൽ സ്ഥാപിച്ചിരുന്ന ആ പടുകൂറ്റൻ വില്ലു അനേക രാജാക്കന്മാരുടെ മുന്നിൽ വെച്ചു രാമൻ ഞാണേറ്റുകയും രാമന്റെ കരബലം താങ്ങാനാവാതെ വില്ലു 2ആയി ഒടിഞ്ഞ് നിലംപതിക്കുകയും ചെയ്തു. ആർക്കും ഇന്നേ വരെ കുലയേറ്റാൻ സാധിക്കാത്ത വില്ലു രാമൻ ഒടിച്ചതിനാൽ അയോനിജയായ ഉഴവുചാലിൽ നിന്ന് ലഭിച്ച മഹാലക്ഷ്മിയുടെ അവതാരമായ ജനകന്റെ വളർത്തുമകൾ സീത രാമന്റെ ധർമ്മപത്നിയായി തീർന്നു. ലക്ഷ്മണൻ സീതയുടെ സഹോദരി ഊർമിളയും ഭരതൻ ജനക സഹോദരി പുത്രി മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്യുന്നു. അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിക്ക് പരശുരാമനെ കണ്ടുമുട്ടുന്നു. ശിവധനുസ് രാമൻ മുറിച്ചതിൽ കോപിഷ്ഠനായ പരശുരാമൻ ശ്രീരാമനോട് തന്റെ കൈവശമുള്ള വൈഷ്ണവധനുസ് കൊലയേറ്റാൻ ആവശ്യപ്പെടുന്നു. ശ്രീരാമൻ അപ്രകാരം ചെയ്തപ്പോൾ അദ്ദേഹം സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ എന്ന് തിരിച്ചറിഞ്ഞ ഭാർഗവൻ തന്നിൽ ശേഷം വൈഷ്ണവാംശവും ശ്രീരാമന് നൽകി മടങ്ങി. അയോധ്യയിൽ തിരിച്ചെത്തി എല്ലാവരും സസന്തോഷം ചിരകാലം വസിച്ചു. കൈകേയിയുടെ അച്ഛനായ അശ്വപതി രാജാവിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ പുത്രനായ യുദ്ധാജിത് ഭരതശത്രുഘ്നന്മാരെയും പത്നിമാരെയും ദശരഥന്റെ അനുമതിയോടെ കേകേയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. അവർ പോയി അനേക കാലം കേകേയത്തിൽ താമസിച്ചെങ്കിലും പ്രിയപുത്രനായ രാമന്റെ സാന്നിധ്യം മൂലം ദശരഥന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അയോധ്യാകാന്ഡം. ഒരു നാൾ ദശരഥൻ ധർമ്മിഷ്ഠനും നീതിമാനും
സത്യവ്രതനും പ്രജകൾക്ക് പ്രിയപ്പെട്ടവനും തന്റെ മൂത്ത പുത്രനുമായ രാമനെ അടുത്ത ദിവസത്തെ ശുഭമുഹൂർത്തത്തിൽ യുവരാജാവായി വാഴിക്കുകയാണെന്ന് രാജസഭയിൽ സർവസദസ്യരുടെയും മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചു. കോസല രാജ്യം ആഹ്ലാദത്തിൽ അലതല്ലി. എന്നാൽ കൈകയുടെ കൂനിയായ ദാസി മന്ധരയുടെ ശക്തമായ ഉപചാപം മൂലം മനസ്സുമാറിയ കേകി രാജാവിനോട് 2 വരങ്ങൾ ആവശ്യപ്പെടുന്നു. അതായത് പണ്ട് ദേവാസുര യുദ്ധത്തിൽ തന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പ്രത്യുപകാരമായി രാജാവ് കൈകേയിക്ക് നൽകിയതാണ് ആ 2 വരങ്ങൾ. ഒന്ന്, ഭരതനെ യുവരാജാവായി വാഴിക്കണം എന്നും അടുത്തത് രാമൻ 14 വർഷം മുനിവേഷത്തിൽ വനത്തിൽ വസിക്കണമെന്നും. ഇത് കേട്ട് മൂർച്ഛിച്ചു വീണ രാജാവ് കൈകേയിയോട് ഭരതനെ യുവരാജാവായി വാഴിക്കാം, അതിനുവേണ്ടി രാമനെ വനത്തിൽ അയക്കരുതേ എന്നും കെഞ്ചി പറഞ്ഞിട്ടും കൈകേയിയുടെ മനസ്സലിഞ്ഞില്ല. അച്ഛന്റെ വാക്കു പാലിക്കാനായ മഹാത്മാവായ രാമൻ രാജ്യവും സകല സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിൽ പോകാൻ തയ്യാറാകുന്നു. രാമൻ എവിടേക്കാണോ അവിടെ താനും ഒപ്പമുണ്ടെന്ന് പറഞ്ഞ് സീതയും രാമനെ അനുഗമിക്കാൻ തയ്യാറാകുന്നു. പിതാവിനെ തടവറയിലാക്കി ജ്യേഷ്ഠനെ താൻ രാജാവായി അവരോധിക്കുമെന്ന് പറഞ്ഞു കോപിഷ്ഠനായ നിന്ന ലക്ഷ്മണനെ രാമൻ ശാന്തനാക്കുന്നു. ജ്യേഷ്ഠനെ പിരിഞ്ഞു തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെട്ടു. രാമനെ ദശരഥനായി കരുതി, സീതയെ തന്നെ പോലെ കരുതി, വനത്തെ അയോധ്യ പോലെയും കരുതി സുഖമായി പോയി വരൂ എന്ന് സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. രാമനും സീതയ്ക്കും ലക്ഷ്മണനും വനവാസത്തിന് അണിയാനുള്ള മരവുരി കേകേയി തന്നെ അവർക്ക് നൽകുന്നു. ഇതിൽ കോപിഷ്ഠനായ വസിഷ്ഠ മഹർഷി കേകേയി രാമനു മാത്രമേ വനവാസം വിധിച്ചുള്ളൂ എന്നും സീത സാധാരണ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു തന്നെ കാട്ടിൽ പോകുമെന്ന് അറിയിക്കുന്നു. പിതാവിനോടും മാതാക്കളോടും ഗുരുവിനോടും പൗരജനങ്ങളോടും യാത്ര ചോദിച്ചുകൊണ്ട് വനവാസത്തിന് വേണ്ടുന്ന ആവശ്യ വസ്തുക്കളും ആയുധങ്ങളുമായി സുമന്ത്ര തെളിക്കുന്ന തേരിൽ മൂവരും വനവാസത്തിന് പുറപ്പെട്ടു. ദശരഥ രാജാവ് ക്രോധത്തിൽ നിന്റെ പുത്രനോട് കൂടി നിന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് കേകയെ ശപിക്കുന്നു. തന്നെ കൗസല്യയുടെ അന്തപുരത്തിൽ എത്തിക്കാൻ രാജാവ് സേവകരോട് കൽപ്പിച്ചു. ദശരഥന്റെ ബോധം മറയുകയും ഇടയ്ക്ക് തെളിയുകയും അദ്ദേഹം സദാ രാമ രാമ എന്ന് വിളിച്ചു വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. രാമനോടുള്ള സ്നേഹം നിമിത്തം ജനങ്ങൾ തേരിന് പിന്നാലെ ഓടിയെങ്കിലും അവർ അന്നു രാത്രി തന്ത്രപൂർവ്വം ജനങ്ങളെ ഒഴിവാക്കി തമസാ നദി കടന്നു വടക്കോട്ട് ശൃംഗവേരപുരത്തിലേക്ക് പോയി. നിരാശയായ പ്രജകൾ അയോധ്യയിൽ തിരിച്ചെത്തി വിലപിച്ചു. ശൃംഗവേരത്തിലെ നിഷാദ രാജാവായ ഗുഹൻ രാമനെ സ്വീകരിച്ച് സൽക്കാരം അരുളിയെങ്കിലും തനിക്ക് അവ ഒക്കെ ഇപ്പോൾ വർജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ സ്നേഹത്തോടെ നിരസിച്ചു. തുടർന്ന് രാമൻ അന്ന് രാത്രി അവിടെ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നു. ഗുഹൻ കൊണ്ടുവന്ന വടവൃക്ഷത്തിന്റെ പാലുപയോഗിച്ച് വനവാസികളെ പോലെ ജടാമകുടമണിഞ്ഞ രാമലക്ഷ്മണന്മാർ സുമന്ത്രരെ അയോധ്യയിലേക്ക് മടക്കി അയക്കുന്നു. ഗുഹൻ തോണിയിൽ അവരെ ഗംഗ കടത്തുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാമെന്ന് രാമൻ ഗുഹന് വാക്കുകൊടുത്തു. ഗംഗ കടന്ന മൂവർ സംഘം ഭരതജമുനിയെ കണ്ടു വണങ്ങുന്നു. മഹർഷി അവരോട് ചിത്രകൂടത്തിൽ പോയി വസിക്കാൻ മാർഗനിർദ്ദേശം നൽകുന്നു. പിന്നീട് അവിടെ നിന്നും കാളിന്തി കടന്നു വാൽമീകി മഹർഷിയെ ദർശിച്ചു അവർ ചിത്രകൂടത്തിലെത്തി പർണശാല നിർമ്മിച്ചു മനോഹരമായ ആ കാനന പ്രദേശത്ത് വസിച്ചു. സുമന്ത്ര അയോധ്യയിലെത്തി. രാമലക്ഷ്മണന്മാരും സീതയും കാനനത്തിലേക്ക് യാത്രയായതായി എല്ലാവരെയും അറിയിക്കുന്നു. ദശരഥന്റെ നില കൂടുതൽ മോശമാകുന്നു. പ്രിയപുത്രന്റെ വിരഹവും മുൻപ് താൻ ആളറിയാതെ ആനയാണെന്ന് കരുതി ഇരുട്ടത്തിൽ അസ്ത്രമേതു കൊന്ന ശ്രവണകുമാരന്റെ അന്ധരും വൃദ്ധരുമായ മാതാപിതാക്കൾ നൽകിയ ശാപം മൂലവും അത്യധികമായ പുത്രവിയോഗ ദുഃഖത്താൽ മഹാരാജാവ് ദശരഥൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. വസിഷ്ഠ നിർദ്ദേശത്തിൽ രാജാവിന്റെ ശവശരീരം കേടുകൂടാതെ എണ്ണത്തോഴിൽ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടു. ഭരതനെ കൂട്ടിക്കൊണ്ടുവരാനായി കേകയത്തിലേക്ക് ദൂതരെ അയച്ചു. അയോധ്യയിലെ സംഭവ വികാസങ്ങളെ പറ്റി ആരെയും ഒന്നും അറിയിക്കരുത് എന്ന് പ്രത്യേകം ചട്ടം കെട്ടി. കേകയത്തിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഭരതശത്രുഘ്നന്മാർ അനവധി ദുർനിമിത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. അയോധ്യയിലെ ശോകമായ അന്തരീക്ഷവും കണ്ടു ഭയന്ന ഭരതന്റെ നിർബന്ധത്തിനു വഴങ്ങി കേകി എല്ലാം തുറന്നു പറയുന്നു. ഞെട്ടിത്തരിച്ചു ഭരതന് ഉഗ്രകോപത്തോടെ കേകിയെ തള്ളി പറഞ്ഞു.
അച്ഛനെ കൊല്ലിച്ച ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ച കേകി രാക്ഷസിയാണെന്നും മേലിൽ ആരും ഒരു പെൺകുട്ടിയെ കേകിയുടെ പേര് നൽകുന്നതല്ല എന്നു അമ്മയെ ശപിക്കുന്നു. ഭരതൻ കൗസല്യയോട് മാപ്പപേക്ഷിക്കുന്നു. കൗസല്യ ഭരതനെ ആശ്വസിപ്പിച്ചു. ക്രുദ്ധനായ ശത്രുഘ്നൻ മന്ഥരയെ മർദ്ദിക്കുമ്പോൾ ഭരതൻ തടയുകയും ഹീനയാണെങ്കിലും അവൾ ഒരു സ്ത്രീയല്ലേ, അവളെ വധിക്കരുത് എന്ന് പറഞ്ഞു. അവൾ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുകയും ചെയ്തു. അച്ഛനെ ജഡം യഥാവിധി സംസ്കരിച്ചിട്ട് ശേഷക്രിയകളും ചെയ്തു. ഭരതശത്രുഘ്നന്മാർ രാമനെ തിരിച്ചു കൊണ്ടുവരാനായി ആചാര്യന്മാരോടും മാതാക്കളോടും ചതുരംഗസേനയോടും പൗരപ്രജകളോടും സർവവിധ രാജകീയ ചിഹ്നങ്ങളോടും കൂടെ കാട്ടിലേക്ക് പുറപ്പെടുന്നു. വഴിയിൽ ഗുഹനെ കണ്ടുമുട്ടുകയും അവർ ഒന്നിച്ചു ഭരദ്വാജാശ്രമത്തിൽ എത്തി മുനിയെ കണ്ടതിനു ശേഷം ചിത്രകൂടം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. ദൂരെ നിന്നും പടയോടുകൂടി ഭരതന്റെ വരവ് കണ്ട ലക്ഷ്മണർ തെറ്റിദ്ധരിച്ചു. ഭരതനോട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ രാമൻ തടയുന്നു. ദൂരെ നിന്ന് തന്നെ രാമനെ കണ്ട ഭരതൻ ഓടി വന്നു രാമന് പാദങ്ങളിൽ വീഴുന്നു. അച്ഛന്റെ മരണവാർത്തയറിഞ്ഞ രാമൻ മൂർച്ഛിച്ചു വീഴുകയും ബോധം തെളിഞ്ഞപ്പോൾ കുട്ടികളെ പോലെ വാവിട്ട് കരയുകയും ചെയ്തു. രാമലക്ഷ്മണർ മന്ദാകിനിയിലിറങ്ങി കുളിച്ച് പഴക്കാമ്പ് കൊണ്ട് അച്ഛന് ബലിപിണ്ഡം സമർപ്പിച്ചു. രാമനെ തിരികെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. രാജാവായി വാഴിക്കാൻ ഭരതൻ ആവോളം ശ്രമിച്ചിട്ടും രാമൻ തന്റെ തീരുമാനത്തിൽ നിന്നും അണുവിട ഇളകിയില്ല. രാമന്റെ തീരുമാനം മാറ്റാൻ നിരാഹാരത്തിനൊരുങ്ങിയ ഭരതനെ സിദ്ധന്മാരും ദേവർഷികളും കൂടി പിന്തിരിപ്പിച്ചു. 14 വർഷത്തിന് ശേഷം വനവാസം പൂർത്തിയാകുമ്പോൾ താൻ അയോധ്യയിൽ തിരിച്ചെത്തി രാജാവായി വാണുകൊള്ളാമെന്ന് രാമൻ ഭരതന് ഉറപ്പ് നൽകുന്നു. അവസാനം ഭരതൻ രാമന്റെ പാദുകങ്ങൾ ആവശ്യപ്പെടുകയും അവയെ രാജസിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് രാമന്റെ പ്രതിപുരുഷനായ രാമനെ പോലെ തന്നെ താപസവേഷത്തിൽ അയോധ്യക്ക് പുറത്തു നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് നാട് ഭരിക്കുമെന്ന് ഭരതൻ സമ്മതിക്കുന്നു. 14 വർഷം പൂർത്തിയാകുന്ന ദിവസം രാമൻ അയോധ്യയിൽ വന്നെത്തിയില്ലെങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നും കൂടി ഭരതൻ പറഞ്ഞു. രാമപാദുകങ്ങളും ശിരസിൽ ഏറ്റിക്കൊണ്ട് ഭരതനും പരിവാരങ്ങളും മടങ്ങിപ്പോയി. ഭരതനും അമ്മമാരും ജനങ്ങളും വിട പറഞ്ഞ ആശ്രമത്തിൽ വസിച്ചാൽ തന്നിൽ പല പല ഓർമ്മകളും അങ്കുരിക്കുമെന്നും കരുതിയ രാമൻ ചിത്രകൂടം ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലോട്ട് യാത്രയായി. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന അവരെ മുനി സ്നേഹാദരവോടെ സ്വീകരിച്ചു. മഹർഷി പത്നി അനസൂയ സീതയെ മകളെ പോലെ കണ്ടു ദിവ്യമായ ആഭരണങ്ങൾ സമ്മാനിച്ചു. ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ സീത മഹാലക്ഷ്മിയെ പോലെ ശോഭിച്ച് ആരണഖണ്ഡം അത്രി മഹർഷിയോട് വിട പറഞ്ഞു. മൂവരും യാത്ര തുടരവേ വിരാധൻ എന്ന രാക്ഷസൻ സീതയെ അപഹരിച്ചു.